ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ കോംബോ ഉണ്ടാക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ കോംബോ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് ഡിന്നറിനും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇന്നുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയും ബട്ടർ നാനുമാണ്. അപ്പോൾ ബട്ടർ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിൻ്റെ തൈര് വേണം ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തീനേക്കാളും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം. എനിക്കിവിടെ 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെന്ന് നോക്കിയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡാക്കി എടുക്കണം. ഇനി ഇത് മൂടി വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 200 ഗ്രാം പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ പനീർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പനീറെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ചതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വെന്തുടഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഇത്രയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കണം. ഇപ്പോൾ മസാല ചൂടാറി വന്നിട്ടുണ്ട്. ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ബട്ടർ ഇട്ട് കൊടുക്കാൻ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം. മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പനീർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി.
അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് തന്നെ ഇതിലേക്ക് മതിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കസൂരി മേത്തിയും കൈ കൊണ്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ബട്ടർ നാനിൻ്റെ ഡോ നോക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ബോൾസാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് മൂടി ഒരു അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം ചപ്പാത്തി പരത്തും പോലെ നീളത്തിൽ പരത്തി ഇനി ചുട്ടെടുക്കാം. റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. പരത്തിയതിന് ശേഷം അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുത്ത വെള്ളം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റോളർ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മല്ലിയില ഇളകിപ്പോകും. അതിന് ശേഷം ഈ നാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ടതിന് ശേഷം അപ്പോൾ ഒന്ന് വെള്ളം നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ തവയിൽ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ബ്രഷ് ചെയ്ത ഭാഗം അടിഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, ലോ ഫ്ലെയിമിലൊന്നും ആക്കണ്ട. അതിന് ശേഷം ഇതൊന്ന് ബബിൾസ് വരുന്ന കാണുന്നില്ല, നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തീ കാണിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ തീയിൽ കാണിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് തവയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തവയിൽ വെച്ചിട്ട് തന്നെ സ്പ്രെഡാക്കി കൊടുത്താലും മതി, അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സ്പ്രെഡാക്കി കൊടുത്താലും മതി. ഇനി പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. പാനിലിട്ട് ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്താണ് നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനും ചുട്ടെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് എത്ര നേരം വെച്ചാലും ഇതുപോലെ നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ടാവും. ബട്ടർ നാനും പനീർ ബട്ടർ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.